അപ്പൊ നിങ്ങള് വീടിന്റെ പണി നടക്കുന്നത് കണ്ടിട്ടുണ്ടോ, പിന്നെ അതുപോലെ തന്നെ 3Dയും കണ്ടിട്ടുണ്ടോ? ഇനി ഏതായാലും വീട് തന്നെ കണ്ടൂടെ അല്ലെ? ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗേറ്റിൽ തന്നെ തുടങ്ങാം. അപ്പൊ ഗേറ്റിലേക്ക് കയറാം. നമുക്ക് പിന്നെ ഇന്റർലോക്ക് താന്തൂർ സ്റ്റോൺ ആണ്. താന്തൂർ സ്റ്റോൺ, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഗ്യാപ്പില് പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടുള്ളത്, രണ്ട് സൈഡില് നാച്ചുറൽ ഗ്രാസ്. പിന്നെ അതുപോലെ തന്നെ മതിലിന് നല്ല സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അല്ലെ? ഡബിൾ സ്പോട്ട് ലൈറ്റ് ആണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ വീടിന്റെ എക്സ്റ്റീരിയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു വ്യൂ വരുന്നത്. ഇതിന്റെ കളറ് ഇപ്പൊ കാണുമ്പോൾ ഒരു യെല്ലോ ആണെങ്കിലും നമ്മൾ സൺലൈറ്റില് ആ ഡയറക്ഷനിൽ ഒരു കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കും. ഒരു ഗ്രീൻ ടച്ച് ഫീൽ വരും. അടിപൊളി. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ കയറാം. ഇപ്പോ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ വുഡ് ആണല്ലേ? പുറത്ത് ഫുള്ള് വുഡ് തന്നെ വെച്ചിട്ടുണ്ട്. ഉള്ളില് പ്ലൈവുഡ് വിനീർ ആണെങ്കിലും പ്ലൈവുഡ് വിനീർ. ഇവിടെ ചെറിയ വർക്ക് ബാക്കിയുണ്ട് അത്ര. കാരണം ഒരു ചെറിയൊരു പാഷ്യോ ലെവല് സീറ്റിങ്ങും അതിന് കണക്കായിട്ട്. സ്വിംഗ് ചെയർ ആണോ? അല്ല, ഫിക്സഡ് സീറ്റിംഗ് തന്നെ. ഇവിടെ നിന്ന് നമ്മൾക്ക് ഒരു വള്ളിച്ചെടി ഉണ്ടല്ലേ, അത് കേറി കഴിഞ്ഞാൽ അതിന്റെ വൃത്തി ഉണ്ടാവും. അതിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. പുറത്തൊക്കെ സീലിംഗ് പ്രൊഫൈൽ ലൈറ്റ്, സിലിണ്ടർ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിലും പറഞ്ഞ പോലെ ആ വുഡ് ഒരു ബോർഡർ ആയിട്ട് പോകുന്നതല്ല, അതില് സിലിണ്ടർ ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറ ഇപ്പൊ വണ്ടിക്കുള്ള ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറ വ്യൂ അതന്നെ. ഈ അരൂം ഇന്റീരിയേഴ്സിന്റെ അടുത്ത് വരാനുള്ള ഒരു സംഭവമാണ് ഇവരെ ക്യാമറ വ്യൂസ് ഒക്കെ. ഇവർ നോക്കിയിട്ട് തന്നെ ചെറിയ അല്ലെ കുറച്ച് ക്യാമറ കൊണ്ട് വീട് മൊത്തം അത് ആദ്യമേ നമുക്ക് കിട്ടുമോ ആ രീതിയിൽ തന്നെ നമുക്ക് അതിന്റെ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ വീട് എടുക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ വിളിക്കാം. അപ്പൊ കറക്റ്റ് അവര് പറഞ്ഞു തരും എന്ത് ചെയ്യണോ എങ്ങനെ ചെയ്യണോന്നുള്ളത്. ഇനിയിപ്പോ കാർ പോർച്ച് ആയാലും ഇത് നല്ല വൃത്തിയുണ്ടല്ലോ. ഇത് ഈ കളറ് ഇതൊരു ലപ്പാത്ര എന്ന് പറഞ്ഞ മാർബിളാണ്. ലപ്പാത്ര മാർബിൾ ഇട്ടിട്ട് നമ്മുടെ ക്ലയന്റിന് പിന്നെ താന്തൂർ വേറെ പിന്നെ കാർ പോർച്ച് വേറെ ലെവലിൽ വേണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും നല്ല ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം തന്നെ. നല്ല വൃത്തിയുണ്ട് കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി ഏതായാലും വീട്ടിന്റെ അകത്തേക്ക് കയറി കൂടെ? ഫുള്ള് വുഡ് തന്നെ, വുഡ് തന്നെ കൊടുത്തിട്ടുള്ളത്. ബിഫോറും ആഫ്റ്ററും എന്നുള്ള കൺസെപ്റ്റ് ഇവിടെയാണ് കാണുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അകത്തേക്ക് കയറുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് സംഭവം. നമ്മൾ കയറിയപാട് തന്നെ ഇത് ഫസ്റ്റ് ആ കണ്ട മൾട്ടിവുഡ് തന്നെ. മൾട്ടിവുഡ് അല്ലേ? ഇതിന്റെ കളർ എന്തായാലും കസ്റ്റമർ ചോദിക്കും. ഇത് PU ഫിനിഷിംഗ് തന്നെയാണ്. കളർ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിന്റെ കളർ വരുന്നത് ഫ്രാൻസിസോ വൈറ്റ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇവനെന്തോ പറഞ്ഞു. ഇതെന്ത് ഗ്രൂപ്പ് എല്ലാം കാണുന്നത്? ഇത് ഇവിടുത്തെ കസ്റ്റമർ ക്ലയന്റിന്റെ പേരിൽ തന്നെ ഒരു ഗ്രൂപ്പ് ആക്കുന്നതാണ്. കാരണം അവരുടെ ഡിസ്കഷന് കാര്യങ്ങൾ ഏറ്റവും ഇതിലുണ്ടാവും. നിങ്ങളെ ക്ലയന്റ് ആയിട്ട് നിങ്ങള് ടീമുമായിട്ട് മൊത്തമായിട്ട് നമ്മൾ സൂപ്പർവൈസർ ഉണ്ടാവും, പിന്നെ മാർക്കറ്റിംഗിന്റെ ആൾക്കാരുണ്ടാവും, എല്ലാ അപ്ഡേറ്റ്സ് അതിലുണ്ടാവും, ഡിസൈനേഴ്സ് എല്ലാം ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. എന്നും ആ ഒരു കാരണം ഏത് കളറാണ് കൊടുത്തിന് കസ്റ്റമർക്ക് നാളെ ആയാലും പിന്നെ മാറ്റം വരുത്തുമ്പോൾ എല്ലാവരും അറിയും ചെയ്യും. കാരണം നാളെ ഇപ്പൊ ഈ കളർ അല്ലല്ലോ കൊടുത്തിട്ട് ചെക്ക് ചെയ്യാൻ കഴിയും. കാരണം ഒരു തെളിവും കൂടിയാണ്. കസ്റ്റമറിന് ഒരു തെളിവും കൂടിയാണ് അല്ലേ? ഓക്കെ, ഇനിയിപ്പോ എന്തായാലും നല്ല അടിപൊളി ക്ലോക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സീലിംഗിന് ആ ഒരു വുഡും ഫിനിഷിംഗ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ സിലിണ്ടർ ലൈറ്റും കൊടുത്തിട്ടുണ്ടല്ലേ, അത് ഇവിടെ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഏതായാലും നമ്മൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇതെന്താ ഗേറ്റ് ലൈറ്റ് ഉണ്ടായിട്ടില്ലേ, അതിലുണ്ടായ വീഡിയോയും കാര്യങ്ങളൊക്കെ പുറത്താരാ വന്നിന് എന്നൊക്കെ മനസ്സിലാക്കാൻ കാര്യങ്ങളൊക്കെ മെസ്സേജ് പുറത്തുനിന്നൊരു പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ആരാ വന്നിന് തുറക്കേണ്ട ആളാണെങ്കിൽ സ്വിച്ച് നിർത്തിയിട്ട് തുറക്കുക കാര്യങ്ങളൊക്കെ നോക്കാനാണ്. ഓക്കെ, അപ്പൊ സംഭവം സെറ്റ്. ഇനിയിപ്പോ ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ഇതാണ് ലിവിംഗ് റൂം വരുന്നത്. ലിവിംഗ് റൂം നമ്മള് നേരത്തെ ആ വർക്കിന്റെ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതാണ് ഓണർ. ഓണറോട് അഭിപ്രായം ഇപ്പം തന്നെ ചോദിച്ചേക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആക്ച്വലി. ആൻഡ് വർക്ക് അത്രയും നന്നായിട്ട് അരുൺ ഇന്ത്യയിൽ ചെയ്തു. നന്നായി. എങ്ങനെ അരുവിനെ അറിഞ്ഞത്? ഞാൻ ആക്ച്വലി 3-4 വർക്ക്സ് കണ്ടിരുന്നു ഇവരുടെ അരുവിന്റെ. ഓക്കെ, അപ്പോൾ ഐ വാസ് ഫുള്ളി സാറ്റിസ്ഫൈഡ്. അതുകൊണ്ട് മാത്രമാണ് ഇവരെ ഞാൻ സെലക്ട് ചെയ്തത്. നമ്മളെ ഫിനിഷിംഗ് എങ്ങനെയാ അതാണ് അറിയേണ്ടത്. വെരി കളേഴ്സ് എല്ലാം വളരെ ലൈക്ക് ആകുന്ന കളേഴ്സാണ്. ഹൗസ് വാമിന് വന്ന ആൾക്കാരുടെ നല്ല അഭിപ്രായമായിരുന്നു. ക്ലയന്റിന്റെ റിവ്യൂ തന്നെ നിങ്ങൾ കേട്ടില്ലേ? ഇനിയിപ്പോ ഏതായാലും നമുക്ക് ബാക്കി വീടൊക്കെ കാണാം. എടാ ഇവിടെ തന്നെ ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് തന്നെയാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നത്. കാരണം ഇതിന്റെ അതേ വിനീറിന്റെ ഫിനിഷിംഗ് ലെവൽ നോക്കിയിട്ട് തന്നെയാണ് എടുത്തതും തരുമോ. ഇത് എന്ത് സാധനം പറഞ്ഞാലും ഇങ്ങനെ അങ്ങനെയായിട്ട് എത്തിച്ചു ഇതിനൊക്കെയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം ലെവലിലോ. ഓക്കെ, സംഭവം എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഏതായാലും നമുക്ക് ഇതിന്റെ സോഫ എൽ ഷേപ്പ് സോഫയാണ്. ഓക്കെ, ഇതെല്ലാം എന്തായാലും കസ്റ്റമേഴ്സിന് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അതെ, കളേഴ്സ് എല്ലാം അവർ തന്നെ സെലക്ട് ചെയ്തതാണ്. കാരണം കസ്റ്റമേഴ്സിന് കുറച്ച് ഡിഫറെന്റ് കളർ വേണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2 വിൻഡോസ് ആണ് വരുന്നത്. ഈ
ലോങ് ഡബിൾ ഹൈറ്റുള്ള വിൻഡോസും റോമൻ കർട്ടൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പാനലിങ് PU ഫിനിഷ് തന്നെയാണ്. ഇവിടുത്തെ വേസ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇപ്പൊ വിനീർ ഫിനിഷിങ്ങും. ഇവിടത്തേക്ക് വന്നാൽ നേരെ അപ്പുറം കണ്ട അതേ മൾട്ടിവുഡിൽ തന്നെ ഡബിൾ ഹൈറ്റിൽ കൊടുത്ത് അതും പ്രൊഫൈൽ ലൈറ്റിൽ തന്നെ. പിന്നെ ഒരു സെന്റർ നല്ല ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് സീലിംഗില് ചെറിയൊരു വർക്ക് ഇട വേണമെന്ന് പറഞ്ഞിട്ടാണ് ക്ലൈന്റിന്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ചെറിയൊരു വർക്ക് അവിടെ കീപ്പ് ചെയ്ത് നന്ന സിമ്പിൾ ആവണ്ട എന്നുള്ള അർത്ഥത്തില്. പിന്നെ നമ്മൾ പഴയ ആ ഒരു ഇതിൽ പറഞ്ഞ CNC യെസ് നിങ്ങൾ ബിഫോർ കണ്ടിട്ടുണ്ടല്ലേ? അതെ. അപ്പൊ അത് എങ്ങനെ ഉണ്ടായത്, ഇപ്പൊ ഫിനിഷിംഗ് എങ്ങനെയാന്നുള്ളത് മനസ്സിലായില്ല. ഓക്കെ, അടിപൊളി സെറ്റ്. ഇനിയിപ്പോ നമ്മള് നേരത്തെ ആ വർക്കിന്റെ സമയം കണ്ട ആ ഒരു സിറ്റിംഗ് ഇതന്നെ മെയിൻ ഹൈലൈറ്റ് സ്ഥലം. ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്തത് ഇത്രയും സീറ്റിങ്ങിന് ശേഷം ഇവിടെ ഒരു നാച്ചുറൽ ഗാർഡൻ, അവിടെ ഒരു ഇന്റീരിയർ ഗാർഡൻ എന്നുള്ളതില്ലേ ആ ലെവലിലെ സെറ്റ് പ്ലാൻ ചെയ്താൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ളതിൽ ഇന്റീരിയർ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റിംഗ് നിങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡൻ കളർ ഉണ്ടല്ലോ. ഈ ഗോൾഡൻ ആണ് നമ്മൾക്ക് ഈവൻ കിച്ചൺ ആയാലും എല്ലാ സ്ഥലത്തും ഈ ഗോൾഡൻ ഫിനിഷ് ഗോൾഡൻ ടച്ച് വരുന്ന ഇതെല്ലാം എന്തായാലും നല്ല സംഭവമായിട്ടുണ്ട് കേട്ടോ. സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എത്ര ആള് വന്നു കഴിഞ്ഞാലും അവിടെ ലിവിംഗ് ഏരിയ ആയാലും ഡിസ്കഷൻ നല്ല അടിപൊളി ഫാമിലി ഡിസ്കഷൻ നല്ല സെറ്റ്. ലേറ്റസ്റ്റ് ലാസ്റ്റ് നമുക്ക് ഒരു പ്ലാൻ കിട്ടുക. പിന്നെ അതുപോലെ തന്നെ വുഡൻ തീമിൽ കൊണ്ടുവരികയും ചെയ്ത് അതിന്റെ ഇടയിൽ സ്ട്രിപ്പ് ലൈറ്റും വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ആർച്ചാന്നല്ല ഇവിടെയും കൊണ്ടുവന്നിട്ട് ഈ ഡിസൈനിൽ തന്നെ ഡിസൈനർ ഒന്ന് കാണണം കേട്ടാ. ഓക്കെ, ഇനിയിപ്പോ ഏതായാലും നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ മാസ്റ്റർ ബെഡ്റൂം ഈ 2 ബെഡ്റൂം ഇവിടെ തന്നെ വരുന്നത്. ഒരു മാസ്റ്റർ ബെഡ്റൂമും ഒരു സാധാ കോമൺ ബെഡ്റൂം. ഓക്കെ, ഏതായാലും നമുക്ക് ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോകുന്നതിന് മുമ്പ് ഇവിടെ കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മള് നേരത്തെ ആ ഒരു 3D കണ്ട സംഭവം 3D 2 മിറർ ഉണ്ട്. ലാസ്റ്റ് സമയത്ത് കസ്റ്റമർ നമുക്ക് മിറർ വേണ്ട കാരണം അപ്പുറം മിറർ ഉണ്ടല്ല എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. അത് ഒഴിവാക്കി ബാക്കി നമ്മൾ 3D നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് സംഭവം. ഇനിയിപ്പോ ബെഡിന്റെ ഈ ഒരു ഭാഗത്തുള്ള കുഷൻ നോക്കുകയാണെങ്കിലും ഫുള്ള് സെറ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ ഇതാ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ആ ഒരു മൾട്ടി അതിന്റെ ഫിനിഷിംഗ് തന്നെയാണ് ബെഡിന്റെ താഴെ ആ ഒരു ഫിനിഷിംഗ് തന്നെയാണ് വരുന്നത്. ഇത് പൊന്തിക്കാൻ കഴിയും, സ്റ്റോറേജ് ആണ്. ഈ ഷേപ്പില്ലേ ഈ ഒരു ആർച്ച് തന്നെയാണ് നമ്മളിപ്പോ ഡബിൾ ഹൈറ്റിൽ കൊടുത്ത വാർഡ്രോബിന്റെ ഹൈറ്റും. ഓക്കെ, വാർഡ്രോബ് ഈ ഒരു സൈഡിലാണ് വരുന്നത്. ആ സെയിം മൾട്ടിവുഡ് കളറിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾക്ക് ആ മുകളിൽ ആ ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹാൻഡിലാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷിങ് വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീലിംഗ് നോക്കുകയാണെങ്കിൽ നമ്മളെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു റൂമിൽ പിന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ അതുപോലെ ഇവിടെ ഒരു അറ്റാച്ച് ബാത്റൂമും ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ബെഡ്റൂം കണ്ട് ഇനിയിപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ തൊട്ടടുത്തിട്ടുള്ള ഒരു നെക്സ്റ്റ് ബെഡ്റൂം ചെയ്യുന്നത് കണ്ടിട്ടില്ല. നമ്മള് കാർപ്പന്റേഴ്സ് ചെയ്യുന്നത് കണ്ടിരുന്നു. ഓരോ പീസ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നുണ്ടാവില്ല. ഇത് ആ ലൂവസ് അല്ലത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് ലെങ്തിലങ്ങ് കൊടുത്ത് നല്ല മനോഹരമായിട്ടുണ്ട് ഈ ഒരു സൈഡ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതും ഗോൾഡ് ഫിനിഷ് തന്നെയാണ്. ഗോൾഡ് ഫിനിഷിൽ. ഓക്കെ, പിന്നെ ബെഡ് സെന്ററിൽ വരുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് ജസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടില്ലേ ചെറിയ ഇതൊരു CCTV കാര്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓക്കെ, എന്തായാലും സെറ്റായി. ഇനി വേറെ സ്പേസ് കാണണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ. ലെങ്ത് ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇവിടെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറിലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സീലിംഗ് സിമ്പിളാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. പക്ഷെ ഭംഗിക്ക് ഒട്ടും കുറവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂം കംപ്ലീറ്റ് ചെയ്ത് ഇനി ഈ ഒരു ഭാഗത്തെ ഒരു ബെഡ്റൂം കിഡ്സ് ആണല്ലേ, നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, പക്ഷെ കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 സൈഡിൽ ബെഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു വർക്കിന്റെ സമയത്ത് ഒരു ഡ്രോയർ സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡബിൾ ഡ്രോയർ ഇവിടെ ഉണ്ട് അല്ലേ ഡ്രോയർ. പിന്നെ അതുപോലെ തന്നെ ഈ സ്വിച്ചൊക്കെ താഴെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിൽ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം കളർ പാറ്റേണിൽ തന്നെ അതും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ലൈഡിംഗ് വാർഡ്രോബാ കൊടുത്തത്, കാരണം ആ റൂമിന്റെ സ്പേസ് ആ രീതിയിലാണ്. ഓക്കെ, സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റഡി ടേബിൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ഏരിയ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനിയിപ്പോ നമ്മൾക്ക് നേരെ ഡൈനിങ്ങിലേക്ക് പോവാം. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സിറ്റിംഗ് പിന്നെ ലിവിംഗ് ഏരിയ അതിന്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഡൈനിങ് വരുന്നത്. ഇതാ ഡൈനിങ് ടേബിൾ. ചെയറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ. ആ ചെയറിന്റെ കളറായാലും പിന്നെ ഡൈനിങ് ടേബിൾ നല്ല വൈറ്റിലാണ് കൊടുത്തത്. ഇതെന്താ ടോപ്പ് വരുന്നത്? ഇതൊരു മാർബിൾ ഫിനിഷ് അല്ലേ. എന്തായാലും നല്ല മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ
ഡൈനിങ് ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു വാഷ് ബേസിനുണ്ട്. വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. എന്തായാലും സിമ്പിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അതിന് കൂടുതൽ സ്പേസ് കളയേണ്ടി വന്നിട്ടില്ല അല്ലേ. പിന്നെ ഡൈനിങ് ടേബിളിന്റെ ഈ ഒരു ഭാഗത്ത് ഗോൾഡൻ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാം, ഏറ്റവും ടോപ്പ് വരെ പോകുന്നുണ്ട്. ഈ സാധനം തന്നെയാണ് എൽ ഷേപ്പിലേക്ക് പോകുന്നത്. മുകളിൽ അങ്ങനെ എൽ ഷേപ്പ് സീലിംഗ് അങ്ങനെ പോകുന്നത് അല്ലേ. ഇത് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് ആ ഒരു തീമിലേക്ക് എത്തിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ആ സ്നേക്ക് മോഡൽ, ആ ലൈറ്റ് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ലോങ് കർട്ടനും കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഈസി മോഡാണ്. നമ്മൾക്ക് ഇതില് ഒരു റിമോട്ട് കൺട്രോളും വെക്കാൻ കഴിയും. ഓക്കെ, തുറക്കാനോ അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോ നമ്മൾക്ക് നേരെ വരുന്നത് കിച്ചണിലേക്കാണ് അല്ലെ. കിച്ചണിൽ ഡോറൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ട് നല്ല അടിപൊളി പിന്നെ പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത്. ഓക്കെ, കിച്ചണില് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അതേ കളർ തീം തന്നെയാണ് ചേർന്നത് കൊടുത്തുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ, അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ തന്നെ. ഇതാണ് നമ്മളൊരു ക്രോക്കറി യൂണിറ്റ് എന്നുള്ള ലെവലിലേക്ക് അല്ലേ. ഓക്കെ, ഒരു പ്രൊഫൈലിലേക്ക് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ഗോൾഡൻ കളർ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടല്ലേ, നല്ല ഭംഗി. ഈ ഗോൾഡൻ തന്നെ നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു സാധനം കിച്ചണിന്റെ ചുറ്റുഭാഗം കൊടുത്ത പ്രൊഫൈലാ. നിങ്ങൾക്ക് കണ്ടറിയാം, കാരണം എവിടെയും കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഫുള്ള് സെറ്റ്. ഇത് സെറാമിക് ആണ്. ഈ ഗോൾഡൻ ലൈൻ നിങ്ങൾക്ക് കാണാം, ഫുള്ളായിട്ട് പ്രൊഫൈല് 4 ഭാഗത്തും ഉണ്ട്. ഇപ്പൊ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കാണുന്നത് ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, ഈ ഒരു ഗോൾഡൻ ആണല്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് താഴത്ത് സെറാമിക്ക കൊടുത്തെങ്കിൽ ആ മേലെ ആക്രിലിക് കൊടുത്തിന്. പക്ഷെ ഇത് കണ്ടാല് നമ്മൾ മുമ്പേ പറയുന്ന പോലെ തന്നെ പക്ക ഗ്ലാസ് ഫിനിഷിങ് ആക്രിലിക് തന്നെയാണ്. ഇതിന്റെ സൈഡിലടക്കം കാണാൻ ഗോൾഡൻ ലൈനാണ്. ഈ ഗോൾഡൻ ലൈനാണ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടോപ്പ് കൊടുത്തിട്ടുള്ളത് നമ്മളെ കോട്സ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഹോബൻ ചിമ്മിണി ഫുഡ് കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ നിങ്ങൾക്ക് എപ്പോക്സി കാണാം, അതും ഗോൾഡൻ ലൈനെ കൊടുത്തിട്ടുള്ളത് ടൈൽസിന്റെ ഗ്യാപ്പിലടക്കം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ടല്ലേ. അത്യാവശ്യം ബോട്ടിൽസ് ഒക്കെ ഇവിടെ വെക്കാനുള്ള ഫെസിലിറ്റീസ് ആണ് കണ്ടത്. കാരണം ഇവിടുന്ന് ഇപ്പൊ അത്യാവശ്യം ചായ അങ്ങനത്തെ രീതിയിൽ ഇവിടെ തന്നെ ഈസി യൂസേജ് എന്നുള്ള അർത്ഥത്തില് ഈ ടോളി യൂണിറ്റ് ഞാൻ 2 ഡിവൈഡ് ചെയ്തു. സെന്ററിന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് ഒരു ഡിസ്പ്ലേ, ഒരു ഏരിയ സ്റ്റോർ ചെയ്ത് ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ. കാരണം അത്രയും വലിയ ഡെപ്തിൽ ആവശ്യമില്ല. ഇനിയിപ്പോ നമ്മള് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ഒരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കോക്ക്, ലേറ്റസ്റ്റ് മോഡൽ കോക്ക് തന്നെയാണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ട സിമ്പിൾ സ്പേസിൽ തന്നെ സ്റ്റോറേജ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതി. ബോട്ടിൽ പുള്ളോട്ടാണ്. ബോട്ടിൽ പുള്ളോട്ട് അല്ലേ. ഡോർ തന്നെയാണ് മെയിൻ ബാക്കപ്പ്. അതിന്റെ വെയിറ്റ് അടക്കം നിങ്ങൾക്ക് കാണാം ഓഫീസിലേക്ക് വന്നാണെങ്കിലേ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ടല്ലോ മുകളിൽ പിന്നെ ഓപ്പൺ സ്റ്റോറേജ് കൊടുത്തിട്ട് ഇവിടെയാണ് ഡബിൾ ഡോർ ഫ്രിഡ്ജ്. അതിന്റെ മുകളിലും ഒരു ചെറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഒരു കണ്ടിന്യൂറ്റി കൊടുത്തിട്ട് നല്ലൊരു കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു സ്പേസ് നോക്കിയിട്ട് തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ ചെറിയൊരു സ്റ്റോർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല, നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. മെയിൻ വർക്ക് ഏരിയ ആണ്. മെയിൻ വർക്ക് ഏരിയ. ഇതിന്റെ കളർ കണ്ട നമ്മൾ ആ വർക്കിന്റെ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡോർ ഫിക്സിംഗ് ടൈം ആയിരുന്നു. ഫിക്സിംഗ് ടൈം കാണിച്ചിട്ടുണ്ട്. അൺബോക്സിംഗ് ശരിക്ക് പിന്നെ മെയിൻ കിച്ചന്റെ ഭംഗി തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ കളർ ആയാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കളർ. അടിപൊളി. ഇത് ഒക്കെ അക്രിലിക് തന്നെയല്ല, ഗ്ലാസ് ഫിനിഷിലല്ലേ. ഇത് ഡിഷ് വാഷർ ആണ്. ഡിഷ് വാഷർ അല്ലേ. ഓക്കെ, സംഭവം സെറ്റ്. ഇതിന്റെ താഴത്ത് നമ്മള് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ഫിൽറ്ററിന്റെ ഇത് വരുന്നത് ഇവിടെയാണ്. ഔട്ട് വരുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ പോലെ ഡിഷ് വാഷിന്റെ ഇവിടെ തന്നെ വെച്ചോണ്ട് സംഭവം എളുപ്പമല്ലേ. ഇനിയിപ്പോ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഹോഡ്. ഇവിടെയാണ് ഗ്യാസിന്റെ പോയിന്റ്. ഗ്യാസ് പുറത്താണ്, പുറത്തല്ലേ. അതില് ബട്ടണില് സംഭവം സെറ്റ് ആയി. പിന്നെ ഹോബ് ഫുഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോഷിന്റെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നെ ഇൻബിൽഡ് ആയിട്ട് തന്നെയാണ് ഓവനും അല്ലേ. പാൻട്രി യൂണിറ്റ് ആണ്. പാൻട്രി യൂണിറ്റ് അല്ലേ. അതുകൊണ്ട് എന്തായാലും സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അതിന്റെ ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഇതൊക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ. മെഷർമെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മെഷർമെന്റിൽ നോക്കിയിട്ട് തന്നെ ചെയ്തിട്ട് ഇതിനായിട്ട് വേറെ സാധനം ഒന്നും വാങ്ങേണ്ടി വരില്ല. പിന്നെ അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ ഇതാ ഈ ഭാഗത്ത് ചെറിയ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് സ്റ്റെയറിലേക്ക് കയറുമ്പോ ഇത് കണ്ട, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു കണ്ടിന്യൂറ്റിയിൽ തന്നെ വന്നിട്ടുണ്ടല്ലേ വുഡിന്റെ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഫ്ലോറിന്റെ ഇത് വരുന്നത് അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള സാധനം തന്നെ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, സിമ്പിൾ ആയിട്ട് ടഫൻ ഗ്ലാസ്, പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് ഹാൻഡ് ഫുള്ള് വുഡിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഒരു ലാൻഡിങ് കൊടുത്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട് ഈ ഒരു ലാൻഡിങ്ങും. പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡിലുള്ള ഈ ഒരു ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് സംഭവം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു CNC കട്ടിങ് ഇവിടെയാണ് വരുന്നത്. ഹാൻഡ് റെയിൽ നമ്മൾ നേരത്തെ താഴത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ പകുതി കിട്ടേന്ന്. അപ്പൊ ഇതാണ് സംഭവം. അതെ, നേരെ കണ്ടിന്യൂ ആക്കിയ ഒരു ഫീൽ കിട്ടൂല, കാരണം ഒരു ലാൻഡിങ് കൂടിയല്ലേ. അപ്പൊ അതിനൊരു ബ്രേക്കപ്പ് എന്നുള്ള രീതിയിൽ ചെയ്തോ. അപ്പൊ നമ്മള് മുകളിൽ എത്തിക്കഴിഞ്ഞാല് ഈ ഒരു ഭാഗത്ത് 2 ബെഡ്റൂം ഉണ്ട്, ചെയ്തിട്ടില്ല, ഭാവിയിലേക്ക് ചെയ്യാന്നുള്ള താഴത്ത് അതേ ഒരു പാറ്റേണിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ വന്ന ഇത് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അന്ന് കണ്ടപ്പോ വലിയൊരു ഹാള് പോലെ കണ്ടു. ഇപ്പൊ ഇവിടെ ഇത് സെറ്റാക്കി വെച്ചതിനപ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഒരു സിംഗിങ് ചെയർ കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം TV അവിടെ വരാനുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നല്ല വലിയ സോഫ തന്നെ കൊടുത്ത് നല്ല അടിപൊളിയിൽ വിശാലമായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ലയൺ ബോക്സിന്റെ ഇത് കൊടുത്തിട്ടുള്ളത്, ക്ലോത്ത് തന്നെ കൊടുത്തിട്ടുള്ളത്. ക്ലോത്ത് തന്നെ കൊടുത്തിട്ട് ഓക്കെ നിങ്ങൾ തന്നെ ആ ഒരു സെറ്റാക്കി വെച്ച് അതടക്കം 3D കാണിച്ചിട്ടുണ്ട്. പിന്നീട് അതിന്റെ ആവശ്യം വരില്ല. പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മുടെ TV യൂണിറ്റിന്റെ നല്ല ഭംഗിയിൽ ലാസ്റ്റ് വരുന്നത് വാൾപേപ്പർ ആണ്. ഇത് വാൾപേപ്പർ, ഇതില് ലാമിനേഷൻ തന്നെയാണ്, ലാമിനേഷൻ വിനീർ ആണ്. പിന്നെ ഒരു ചെറിയ നിഷ് ടൈപ്പ്, പിന്നെ താലൊരു യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീട്ടിന്റെ വിശേഷങ്ങൾ കണ്ടില്ലേ, സംഭവം സെറ്റല്ലേ.